വർക്ക് ഫ്രം ഹോം ഹെക്റ്റിക്കായി സോഷ്യൽ ഇന്ററാക്ഷൻ കുറഞ്ഞപ്പോൾ ഒരു ചേഞ്ചിനായി ബാംഗ്ലൂരിലേക്ക് വീക്കെൻഡ് ട്രിപ്പ് പോകാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഈ യാത്രയിൽ ഞാനും ആനിമോളും ആദ്യമായി AC സ്ലീപ്പർ ബസ്സിലും ഫ്ലൈറ്റിലും പിന്നെ വർഷങ്ങൾക്ക് ശേഷം സൈക്ലിംഗും ചെയ്തു. ChatGPT ഉപയോഗിച്ച് ഡീറ്റെയിൽഡായി ഒരു ട്രിപ്പ് ഐറ്റിനറി ഉണ്ടാക്കിയിട്ടും ഒരു യാത്രയ്ക്ക് മുന്നേ നമുക്കൊക്കെ ഉണ്ടാകുന്ന ട്രിപ്പ് ഇനേർഷ്യയും ഗിൽറ്റ് ഫീലിംഗ്സും ഒക്കെ ഞങ്ങൾക്കും ഉണ്ടായി. എനിവേസ് പ്രാർത്ഥിച്ച് സ്തുതി കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി. റിപ്പോർട്ടിംഗ് ടൈമിന് മുൻപേ ഞങ്ങൾ തൃശൂർ ബസ് സ്റ്റാൻഡിൽ എത്തി. ശനിയാഴ്ച രാത്രി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അശോക് ലേലൻ ബസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ സ്ലീപ്പർ കോച്ചാണ് ഈ കാണുന്നത്. ദേശീയ പതാകയുടെ വർണ്ണ ആകൃതിയിൽ അടിപൊളി എക്സ്റ്റീരിയർ ലൈറ്റിംഗോട് കൂടി കാണുമ്പോൾ നല്ല അട്രാക്ഷൻ തോന്നി. ഞങ്ങളുടെ ബസ് വന്നു. വോൾവോയുടെ 9600 മൾട്ടി ആക്സൽ കോച്ചാണ് ഇത്. അകത്ത് സ്റ്റാർ ഹോട്ടൽ റൂമിനോട് താരതമ്യം ചെയ്യുമാറ് ലക്ഷറി ആംബിയൻസ് ആണ്. അപ്പർ ഡെക്കിലെ 2 ബെർത്തുകളാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ആനിമോൾക്ക് നല്ല ഇഷ്ടമായി. ലാപ്പൊക്കെ എടുത്ത് ഒരു മൂവി കാണാനുള്ള പ്ലാനാണ്. തൃശ്ശൂരിൽ നിന്ന് ബസ് എടുത്തു. സ്റ്റോപ്പുകളിൽ നിന്ന് എടുത്താൽ ഉടൻ തന്നെ ക്യാബിൻ ലൈറ്റുകൾ ഡിമ്മാക്കും. ഞങ്ങൾ 2 പേരും മൂവി കാണലൊക്കെ നിർത്തി കിടന്നു. തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, സേലം നല്ല റോഡാണെങ്കിലും ടോൾ പിരിവും ഇടയ്ക്കിടയ്ക്കുണ്ട്. രാവിലെ 5 മണിയോടെ സേലം ഹൊസൂർ റൂട്ടിൽ എവിടെയോ ടീ ബ്രേക്കിനായി നിർത്തി. എന്തൊരു ഭംഗിയാണ് ഈ കോച്ചുകൾ ഇങ്ങനെ പുറത്തു നിന്ന് കാണാൻ. ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉള്ള എനിക്ക് ഇത് കണ്ടപ്പോൾ ഉള്ളിൽ നിന്നൊരു ആഗ്രഹം തോന്നി, കയറിയിരുന്നങ്ങ് ഓടിച്ചു നോക്കാൻ. ആനിമോൾ നന്നായി ഉറങ്ങുന്നുണ്ട്, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പർ ഡെക്ക് ആയതുകൊണ്ട് കുലുക്കവും ജെർക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ഹോളിഡേ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന IT പ്രൊഫഷണൽസിനും പ്രായമായവർക്കുമൊക്കെ ലോവർ ഡെക്ക് ആയിരിക്കും ഉറങ്ങാനായിട്ട് അല്പം കൂടി സുഖകരം. കേരളം വിട്ടുകഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, ബോംബെയുടെ ഔട്ട്സ്കേർട്ട് ലാൻഡുകളെല്ലാം ഒരല്പം ബോറിംഗ് ആണ്. നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും കാണുന്ന പച്ചപ്പ് മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇല്ല. കേരളത്തെ ഗോഡ് സോൺ കൺട്രി ആക്കുന്നത് ഏരവൃക്ഷമായ തെങ്ങുകളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിയാണോ? ട്രിപ്പ് ലേറ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾ വന്ന ഈ ഓറഞ്ച് വോൾവോ ബസ്സിൽ നിന്ന് നേരത്തെ കാണിച്ച അശോക് ലേലാൻഡിന്റെ കോച്ചിലേക്ക് യാത്രക്കാരെ എല്ലാം ട്രാൻസ്ഫർ ചെയ്തു. ട്രിപ്പ് ഐറ്റിനറിയിൽ ഒന്നും പറയാത്ത ഈ ഷിഫ്റ്റിംഗ് ശരിക്കും അൺകംഫർട്ടബിൾ ആയി തോന്നി. ബാംഗ്ലൂർ എത്തി. നല്ല രുചിയുള്ള സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു ഞങ്ങൾ. മസാല ദോശയും നെയ് റോസ്റ്റും. ഹോട്ടൽ ഉടുപ്പി അടയാർ ഭവൻ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ പേര്. ഞങ്ങൾ കഴിച്ച് ഇറങ്ങി. ഇന്നത്തെ സ്റ്റേ എടുത്തിരിക്കുന്ന ഹോട്ടൽ ചാൻസറിയിൽ ചെക്ക് ഇൻ ടൈം ഉച്ചയ്ക്ക് 12 മണി ആയതുകൊണ്ട് ഞങ്ങൾ നേരെ കബൺ പാർക്കിലെത്തി. ബാംഗ്ലൂർ സിറ്റിയുടെ ഒരു റീവൈൻഡ് സ്പോട്ട് ആണെന്ന് പറയാം ഈ കബൺ പാർക്ക്. കുട്ടികൾക്ക് കളിച്ച് ചിരിച്ച് നടക്കാനും വലിയ മരങ്ങൾക്ക് ചുവട്ടിൽ ഒരു പായ വിരിച്ച് പിക്നിക് ആക്കാനും എക്സർസൈസുകൾ നടക്കാനും ജോഗിങ്ങിനും സൈക്ലിങ്ങിനും ഡോഗ് വാക്കിങ്ങിനും ഒക്കെ പറ്റിയ ഒരു വിശാലമായ ഗാർഡൻ തന്നെയാണ് കബൺ പാർക്ക്. ഞാൻ ഈ പുല്ലിൽ ഭൂമിയോളം താഴ്ന്ന് ഇങ്ങനെ കിടന്നു. എന്നെ പോലെ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന മറ്റു ചിലരെയും ഞാൻ കണ്ടു. പിള്ളേരൊക്കെ സൈക്കിൾ ചവിട്ടുന്നത് കണ്ടപ്പോൾ എനിക്കും ആനിമോൾക്കും ഒരുപോലെ കൊതിയായി സൈക്ലിംഗ് ചെയ്യാൻ. 1 മണിക്കൂർ 50 രൂപ നിരക്ക് കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ 2 സൈക്കിൾ റെന്റിനെടുത്തു. ആദ്യം ചെറുതായി ഒന്ന് പാളിയെങ്കിലും പിന്നീട് ജെറ്റ് സ്പീഡായിരുന്നു ആനിമോൾക്ക്. നല്ല ലൈറ്റ് വെയ്റ്റ് സൈക്കിളും സ്മൂത്ത് റോഡും ആയതുകൊണ്ട് ഒട്ടും എഫേർട്ട് ഇല്ലാതെ സൈക്ലിംഗ് ചെയ്യാൻ കഴിഞ്ഞു. ഭയങ്കര ലൂസ് വീഴട്ടോ, സൂക്ഷിക്കണം. ചവിട്ടാൻ പറ്റുന്നുണ്ടാ? സൈക്കിൾ എടുത്തത് ശരിക്കും വെർത്തായിരുന്നു. ടോട്ടലി ഒരു എൻഗേജിങ് ആക്ടിവിറ്റി ചെയ്ത ഫീൽ കിട്ടി ഞങ്ങൾക്ക്. പിന്നെ നടന്ന് ഈ പാർക്ക് കാണുന്നതിലും വളരെ എളുപ്പമാണ് സൈക്കിളിൽ കണ്ടു തീർക്കുന്നത്. ഈ ഒരു സ്പോട്ടിൽ സ്കേറ്റിംഗ് പ്രാക്ടീസ് നടക്കുന്നുണ്ട്. കബൺ പാർക്കിന്റെ എൻട്രൻസ് എക്സിറ്റ് ഗേറ്റിൽ ഇങ്ങനെ ഫ്രൂട്ട് ബൗളും ഫ്രഷ് കരിമ്പിൻ ജ്യൂസും വിൽക്കുന്നുണ്ട്. കരിമ്പ് ജ്യൂസിന് വെറും 20 രൂപയും ഫ്രൂട്ട് ബൗളിന് 50 രൂപയും ഉള്ളൂ. ബാംഗ്ലൂരിൽ തന്നെ വളരുന്ന ഒട്ടും ട്രാവൽ ടൈമോ കോൾഡ് സ്റ്റോറേജോ ഇല്ലാതെ കിട്ടുന്നത് കൊണ്ട് ഈ ഫ്രൂട്ട്സ് ഒക്കെ ശരിക്കും ഫ്രഷ് ആയിരുന്നു. ലോജിസ്റ്റിക്സ് ഉൾപ്പെടാത്തത് കൊണ്ട് വിലയും കുറവാണ്. ഈ കാണുന്നതൊക്കെ കൊച്ചു ദൈവങ്ങളാണ് കേട്ടോ. വെൽ എഡ്യൂക്കേറ്റഡ് ആയവർ പോലും നേർച്ച കൊടുത്ത് പാലഭിഷേകം ഒക്കെ ചെയ്യുന്നത് നേരിട്ട് കണ്ടു ഞങ്ങൾ. ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം അല്ലെ. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് ശോഭ മാളിലുള്ള പാരഗൺ റെസ്റ്റോറന്റിൽ നിന്ന് ബിരിയാണി കഴിക്കാൻ ഞങ്ങൾ എത്തി. ഞായറാഴ്ചത്തെ തിരക്ക് കണ്ട് ഞങ്ങൾ ഞെട്ടി. ബിരിയാണി സ്കിപ്പ് ചെയ്ത് ഫുഡ് കോർട്ടിൽ നിന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഒരു ഇൻഡോ ചൈനീസ് ഔട്ട്ലെറ്റിൽ നിന്ന് 2 ചിക്കൻ റോളും ചിക്കൻ പോപ്കോണും മേടിച്ചു. മാൾ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ ചെറിയ സ്ട്രീറ്റ് ഔട്ട്ലെറ്റുകളിലായി ഡ്രൈ ഫ്രൂട്ട്സും ഹലുവ സ്വീറ്റ്സും പലതരം നോർത്ത് ഇന്ത്യൻ ലേഡീസ് വെയറുകളും ജുവലറിയും ഒക്കെ മാളിന്റെ അകത്ത് കിട്ടുന്നതിലും ലാഭത്തിൽ അഫോർഡബിൾ ആയി ഇവിടെ കിട്ടും. ചാൻസറി ഹോട്ടലിൽ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. അല്പസമയം കിടന്ന് ഫ്രഷായി ഞങ്ങൾ വീണ്ടും ഇറങ്ങി. ഹോട്ടൽ ലോബിയുടെ ഈ ലിറ്റ് കണ്ടപ്പോൾ വിന്റേജ് സ്റ്റൈൽ ഡിസൈനായി തോന്നി.
നല്ല റിസപ്ഷൻ ഹോസ്പിറ്റാലിറ്റിയും നീറ്റ് ആൻഡ് ലക്ഷറി ആംബിയൻസ് റൂമുകളും എല്ലാ അമ്യൂണിറ്റീസോടും കൂടിയ വാഷ്റൂമുമായിരുന്നു ഇവിടെ. ഡെഫിനറ്റ്ലി വർത്ത് ഫോർ എ 3K. റോക്കറ്റ് സ്പീഡാണ് ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാർക്ക്. ബാംഗ്ലൂരിലെ ഓട്ടോ റൈഡുകൾ ത്രില്ലിംഗ് ആണ് എന്ന് ഇവിടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മാളെത്തി. ഫ്രണ്ടിൽ തന്നെ കണ്ടു നിന്ന് പോകുന്ന മനോഹാരിതയിൽ ലൈറ്റ് ഷോയും വാട്ടർ ഫൗണ്ടൻ മ്യൂസിക് ഷോയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മാളിൽ കണ്ട ഒരു യൂണിക് കാഴ്ചയായിരുന്നു പലതരത്തിലുള്ള ഹാങ്ങിങ് ചാൻഡിലിയേഴ്സ്, സ്പൈറൽ ടൈപ്പ്, ഹാങ്ങിങ് ഗ്ലാസ് പീസ് ടൈപ്പ്, ലൈൻ സ്ട്രൈപ്ഡ് ഡെക്കറേഷൻ ടൈപ്പ്. ഇത് ആനിമോളുടെ സിസ്റ്റർ ഇൻ ലോ, ബാംഗ്ലൂരിൽ നഴ്സായി വർക്ക് ചെയ്യുന്ന സോജി ചേച്ചിയാണ്. ഇന്നത്തെ ഡിന്നർ ചൈനീസ് സ്റ്റൈൽ ആക്കാമെന്ന് തീരുമാനിച്ചു. ഫുഡ് കോർട്ടിൽ ഇരുന്ന് മാൾ ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്ത് നല്ലൊരു ചൈനീസ് ഡിന്നർ ഞങ്ങൾ കഴിച്ചു. ഫീനിക്സ് മാളിന്റെ ലൊക്കേഷനായ ഇന്ദിരാനഗറിൽ നിന്ന് ഞങ്ങളുടെ ഹോട്ടൽ ലൊക്കേഷനായ ചർച്ച് സ്ട്രീറ്റിലേക്ക് വരാൻ ഞങ്ങൾ പാടുപെട്ടു. ഊബറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാവരും പ്രത്യേക കോഷ്യസ് ആയിരിക്കണം നൈറ്റ് ടൈം ട്രാവൽ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ട്രിപ്പുകൾ പോകുമ്പോൾ. കോഷ്യസ് ഇൻ ദ സെൻസ് ട്രിപ്പ് ഫെയറുകൾ ഡബിളും ട്രിപ്പിളും ഒക്കെ ആകാം. രാവിലെ 10:30 മണിക്ക് ഹോട്ടൽ ചെക്ക്ഔട്ട് ചെയ്ത് ChatGPT സജസ്റ്റ് ചെയ്ത IDC എന്ന സൗത്ത് ഇന്ത്യൻ ക്യാൻറ്റീനിൽ ഞങ്ങൾ എത്തി. സെൽഫ് സർവീസ് ആണ് ഇവിടെ. ആദ്യം ടോക്കൺ എടുക്കണം. ടീയും ബ്രേക്ക്ഫാസ്റ്റും സെപ്പറേറ്റ് കൗണ്ടറിൽ നിന്നാണ് ലഭിക്കുക. ഹെവിയായി പൂരി മസാല കഴിച്ച് ഞങ്ങൾ അടുത്തുള്ള കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ എത്തി. ബാംഗ്ലൂരിലെ ഫേമസ് ആയ ഒരു വലിയ സ്ട്രീറ്റ് മാർക്കറ്റാണ് ഇത്. ഈവനിങ് ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ടും എയർപോർട്ടിലേക്ക് ഇവിടുന്ന് 1-2 മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ടും ഞങ്ങൾ അധികം സമയം ഇവിടെ ചെലവഴിച്ചില്ല. ആനിമോൾക്ക് ഒരു ലാപ്ടോപ്പ് ബാഗും പേഴ്സും കുറച്ച് സ്വീറ്റ്സും മേടിച്ച് ഞങ്ങൾ മടങ്ങി. ഞങ്ങൾ പാരഗൺ റെസ്റ്റോറൻറ്റിൽ ബിരിയാണി കഴിച്ച് മടങ്ങാം എന്ന് തീരുമാനിച്ചു. ശോഭ മാളിൻ്റെ ഉള്ളിലാണ് പാരഗൺ റെസ്റ്റോറൻറ്റ്. നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും ഇരിക്കാൻ സീറ്റ് കിട്ടി. ഈ കാണുന്ന ലാപ്ടോപ്പ് ബാഗ് ഇപ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് മേടിച്ചതാണ്. വെറും 500 രൂപയ്ക്ക്. ലാഭമല്ലേ? മൺഡേ ആയതുകൊണ്ട് ഇന്നലെ കണ്ട തിരക്ക് ഇന്ന് ഇല്ല. ട്രാക്ടറിന്റെ പിന്നിൽ രസകരമായ ഒരു കഫേ ട്രെയിലർ പോലെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ 3 പേരും ബാംഗ്ലൂർ കെമ്പഗൌഡ എയർപോർട്ടിലേക്ക് തിരിച്ചു. പോകും വഴി സോയി ചേച്ചിയെ ഡ്രോപ്പ് ചെയ്തു. വെസ്റ്റേൺ കൺട്രീസിൽ കാണുന്ന പോലെ ബാംഗ്ലൂർ സിറ്റിയുടെ ഉള്ളിലും നല്ല പച്ചപ്പാണ്. പച്ചയും മഞ്ഞയും കളർ ടോണിലാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷകൾ. ഈ അടുത്താണ് ബാംഗ്ലൂരിലും കൊച്ചിയിലുമൊക്കെ ബൈക്ക് ടാക്സികൾ ഇത്ര പോപ്പുലർ ആയത്. ഇതെന്ത് സ്കൂട്ടർ? ബാംഗ്ലൂർ ഫുൾ കണ്ടു തീർക്കുക എന്നതിനുമപ്പുറം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാനും ആനിമോളും ഈ വീക്കെൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. സിറ്റി വിട്ട് സബർബുകൾ എത്തിയപ്പോൾ ഫുള്ളും ഇൻഡസ്ട്രികളും IT ഹെഡ്ക്വാർട്ടേഴ്സും ഫ്ലാറ്റുകളും ഒക്കെയാണ്. ഈ കാണുന്ന മാൾ ആണ് ഇന്നലെ ഞങ്ങൾ വിസിറ്റ് ചെയ്തത്, ഫീനിക്സ് മാൾ ഓഫ് ഏഷ്യ. റഷ് അവർ ട്രാഫിക്കിൽ ഒന്നും പെടാതെ ഒരു 1 അവറിൽ തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി. ID കാർഡും ടിക്കറ്റ് കൺഫർമേഷനും ഒക്കെ എടുത്തു വെച്ചു. ഇന്ത്യയിൽ ഡൊമസ്റ്റിക് എയർ യാത്ര ചെയ്യാൻ പാസ്പോർട്ട് വേണം എന്നില്ല. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇഷ്യൂഡ് ID കാർഡ് മതിയാകും. അഗോദ ട്രാവൽ ആപ്പിൽ ഞങ്ങൾ എടുത്ത ഈ ടിക്കറ്റ് കൺഫർമേഷൻ വെച്ച് അകത്ത് കയറാൻ സെക്യൂരിറ്റി സമ്മതിച്ചില്ല. പിന്നെ പുറത്തു വന്ന് ഈ കാണുന്ന കിയോസ്കിൽ ടിക്കറ്റ് PNR നമ്പർ ടൈപ്പ് ചെയ്ത് ബോർഡിംഗ് പാസ് പ്രിന്റ് എടുത്താണ് കയറിയത്. ടിക്കറ്റ് വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് ഞങ്ങളുടെ സീറ്റുകൾ അടുത്തടുത്തല്ല. പിന്നെ ഇൻഡിഗോയുടെ കൗണ്ടറിൽ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് അടുത്തടുത്തുള്ള ടിക്കറ്റുകൾ കിട്ടി. 6 മണിക്ക് ഡിപ്പാർട്ട് ചെയ്യുന്ന ഇൻഡിഗോയുടെ എയർബസ് 321 നിയോ നാരോ ബോഡി എയർക്രാഫ്റ്റിലാണ് ഞങ്ങളുടെ യാത്ര. സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിഞ്ഞ് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കും ആനിമോൾക്കും ഒരുപോലെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പുഷ് ബാക്ക് തുടങ്ങി റൺവേ ലൈനപ്പായി എഞ്ചിൻ ഇരമ്പിക്കൊണ്ട് ആകെ സൗണ്ട് ഒക്കെ ഉയർന്നു. ടേക്ക് ഓഫ് റോൾ തുടങ്ങി ടേക്ക് ഓഫ് ആയി. ആനിമോൾ ഭയങ്കര ഒബ്സർവേഷൻ ആയിരുന്നു. പ്ലെയിൻ്റെ ചിറകിൽ എന്തോ വിളകി ആടുന്നു എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. 1 മണിക്കൂർ താഴെയേ ഉള്ളൂ ബാംഗ്ലൂർ ടു കൊച്ചി ഫ്ലൈറ്റ് ടൈം. അതുകൊണ്ട് തന്നെ ഒട്ടും ബോറിംഗ് അല്ലായിരുന്നു. ടേക്ക് ഓഫ് ചെയ്ത് ക്രൂയിസിംഗ് ഓൾട്ടിറ്റ്യൂഡ് ആകും വരെയുള്ള മനോഹാരിത ആസ്വദിച്ച് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഡിസെൻഡ് ആരംഭിക്കും. ആനിമോളുടെ സന്തോഷം കണ്ട് എൻ്റെയും മനസ്സ് നിറഞ്ഞു. ഈ ഗോൾഡൻ കളർ ക്ലൗഡിലൂടെ താഴെ എത്തിയപ്പോൾ ഫുൾ ഡാർക്കായിരുന്നു. മഴയുമുണ്ട്. ലാൻഡിംഗ് സ്മൂത്ത് ആയിരുന്നു. ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആനിമോൾ പറഞ്ഞത് ടേക്ക് ഓഫ് സമയത്ത് ഒരു കോരിത്തരിക്കുന്ന എക്സൈറ്റ്മെന്റും ലാൻഡിംഗ് ടൈമിൽ ചെറിയ പേടിയും തോന്നി എന്നാണ്. ഞാൻ പുള്ളി ആനിമോളിൽ ഫോക്കസ്ഡ് ആയിരുന്നതുകൊണ്ട് എന്റെ യൂഷ്വൽ ഫ്ലൈറ്റ് ഫിയർ ഒന്നും അറിഞ്ഞതേയില്ല. ബാംഗ്ലൂരിൽ ഉണ്ടായ അതേ ബാഡ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ എയർപോർട്ടിൽ നിന്ന്
ഊബർ നോക്കിയപ്പോൾ ഞങ്ങൾക്കുണ്ടായത്. ഒരു എക്സാമ്പിൾ പറയട്ടെ. എയർപോർട്ട് പിക്കപ്പ് ഏരിയയിൽ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ 550-600 രൂപയാണ് ഊബർ ആപ്പിൽ കാണിക്കുന്നത്. അതേസമയം ഇവിടുന്ന് തൃശ്ശൂർ വരെ പോകാൻ 1000 രൂപയേ ഉള്ളൂ. ലഗേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ഓട്ടോ പിടിച്ചു ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നേരത്തെ ബുക്ക് ചെയ്ത ട്രെയിനിൽ തൃശ്ശൂർ എത്തി സേഫായി വീട്ടിലും എത്തി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.